മുനമ്പം പ്രശ്നം ബി.ജെ.പി. പരിഹരിച്ചു കാണിക്കട്ടെ എന്ന് കെ.സി.ബി.സി. വഖഫ് നിയമ ഭേദഗതി കൊണ്ട് എല്ലാം പരിഹരിക്കപ്പെടുമെന്ന് പറഞ്ഞു എങ്കിലും ഒന്നും ഉണ്ടായില്ല. വാക്കുകൾ കൊണ്ട് കാര്യമില്ലെന്നും പ്രശ്നം പരിഹരിച്ചു കാണിക്കുകയാണ് വേണ്ടതെന്നും കെ.സി.ബി.സി. വക്താവ് ഫാദർ തോമസ് തറയിൽ പറഞ്ഞു. വഖഫ് നിയമം പാസ്സായതുകൊണ്ട് പ്രശ്നം പരിഹരിക്കുമെങ്കിൽ പ്രശ്നം പരിഹരിക്കട്ടെ, പരിഹരിച്ച് കാണിച്ചു തരട്ടെ. അവർ കേന്ദ്ര നേതാക്കന്മാരൊക്കെ മന്ത്രി ഉൾപ്പെടെ മുനമ്പത്ത് വന്നതാണല്ലോ. അപ്പോൾ അവർക്ക് വിഷയം അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഇപ്പോൾ പകൽ പോലെ വ്യക്തമാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മന്ത്രി തന്നെ പറഞ്ഞതിന് മുൻകാല പ്രാബല്യമില്ല നിയമത്തിന്. ആ മുൻകാല പ്രാബല്യം ഇല്ലാത്തത് കൊണ്ട് ഈ മുനമ്പത്തെ വിഷയം ഇത് പരിഹരിക്കാനായിട്ട് ഇനിയും ഇതിൻ്റെ ചട്ടങ്ങൾ വന്നിട്ട് ചട്ടത്തിൻ്റെ വെളിച്ചത്തിൽ സംസ്ഥാന സർക്കാർ നിർദ്ദേശം കൊടുക്കുമെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതെന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. പ്രശ്നം പരിഹരിച്ച് കിട്ടിക്കഴിയുമ്പോഴേ നമുക്കത് പരിഹരിച്ചു എന്ന് പറയാൻ പറ്റുകയുള്ളൂ. മുനമ്പം പ്രശ്നത്തിന് പരിഹാരം കാണാൻ സംസ്ഥാന സർക്കാരാണ് ഇടപെടേണ്ടത് എന്ന് കെ.സി.ബി.സി. വ്യക്തമാക്കി. വഖഫ് ബോർഡ് നിലപാടാണ് പ്രശ്നപരിഹാരത്തിന് തടസ്സമാകുന്നത്. മുഖ്യമന്ത്രിക്ക് പ്രശ്നം പരിഹരിക്കണം എന്ന നിലപാടാണ് എന്നാണ് അറിയുന്നതെന്നും കെ.സി.ബി.സി. അറിയിച്ചു. നമ്മുടെ കേരള സർക്കാരാണ് നേരിട്ട് ഇതിനകത്ത് ഇടപെട്ട്, കാരണം വഖഫ് ബോർഡ് എന്നൊക്കെ പറയുന്നത് ഓരോ സംസ്ഥാന സർക്കാരിൻ്റെ നിയന്ത്രണത്തിന് കീഴിലുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വഖഫ് ബോർഡിന് നിർദ്ദേശങ്ങൾ കൊടുക്കാൻ പറ്റുക സംസ്ഥാന സർക്കാരിനാണ്. വഖഫ് ട്രൈബ്യൂണൽ പോലും ഈ മുനമ്പത്തെ പ്രശ്നം, അതിനെ നമ്മൾ ഓരോ പ്രശ്നത്തെയും വ്യത്യസ്തമായിട്ട് കാണും. മുനമ്പത്തെ പ്രശ്നം ഇത് വഖഫ് ഭൂമി അല്ല എന്നുള്ള രീതിയിലുള്ളൊരു കണ്ടെത്തലിലേക്ക് വഖഫ് ട്രൈബ്യൂണൽ പോലും വന്നു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോഴും അവിടെ ഈ വഖഫ് ബോർഡ് കയറി അതിനെ എതിർക്കുന്നത് ആണ് ഇപ്പോഴും പ്രശ്നമായിട്ട് നിൽക്കുന്നത്. സ്വാഭാവികമായിട്ടും ഭരിക്കുന്ന പാർട്ടിയാണ്, ഗവൺമെൻറ്റാണ് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കേണ്ടത്. ഗവൺമെൻറ് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിക്കാനുള്ള അവസരം നോക്കുന്നുണ്ട്. ഈ കാര്യങ്ങൾ പരിഹരിക്കുന്നതിനായിട്ട് പരിഹരിക്കാമെന്നുള്ള രീതിയിലാണ് മുഖ്യമന്ത്രിയുടെ നിലപാട് നമ്മൾ മനസ്സിലാക്കുന്നത്. വിശദവിവരങ്ങളുമായി ബിന്നിൽ നമുക്കൊപ്പം ചേരുന്നു. ബിന്നിൽ, ഗുഡ് മോർണിംഗ്. ഈ ബില്ല് ഭേദഗതിയോടുകൂടി കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമായി പരിഹരിക്കപ്പെടും എന്നായിരുന്നു ബി.ജെ.പി. വാദം. പക്ഷേ ബി.ജെ.പി. അതോടുകൂടി ഈ ക്രൈസ്തവ സഭകളെ ചേർത്ത് പിടിക്കുന്നു എന്ന ഒരു സംസാരം കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഘട്ടത്തിൽ കെ.സി.ബി.സി. പറയുന്നത് വാക്കുകൾ കൊണ്ട് കാര്യമില്ല, ഇത് പരിഹരിച്ചു കാണിക്കട്ടെ എന്നാണ്. അതേസമയം സംസ്ഥാന സർക്കാരിനും ഇടപെടൽ നടത്താനുണ്ട്, സംസ്ഥാന സർക്കാരാണ് ഇടപെടേണ്ടത് എന്നും പറയുന്നല്ലോ. വിശദാംശങ്ങൾ എന്താണ് ബിന്നിൽ? ഗുഡ് മോർണിംഗ് മോത്തി. മുനമ്പം വിഷയത്തിലെ പുതിയൊരു ഡെവലപ്മെൻ്റാണ് ഈ രണ്ട് പ്രതികരണങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ബി.ജെ.പി. ഈ വഖഫ് നിയമ ഭേദഗതിയോടുകൂടി മുനമ്പത്തെ പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കും എന്നൊരു വാഗ്ദാനം നൽകിക്കൊണ്ട് ആ മുനമ്പം മേഖലയിൽ, പ്രത്യേകിച്ച് മോത്തി നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ ശക്തമായ ഒരു കടന്നുകയറ്റത്തിന് ശ്രമിച്ചിരുന്നു. അവർക്ക് അതിൽ ഒരു പരിധിവരെ വിജയിക്കാനും കഴിഞ്ഞിരുന്നു. മുനമ്പത്തെ സമരപ്പന്തലടക്കം ബി.ജെ.പി. നേതാക്കൾക്ക് വലിയ സ്വീകാര്യതയുണ്ടായിരുന്നു. പക്ഷേ കാര്യങ്ങൾ ഇപ്പോൾ മാറി മറിഞ്ഞിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ കെ.സി.ബി.സിയുടെ വക്താവിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അതായത് ബി.ജെ.പി. ഈ വാക്കുകൾ കൊണ്ടൊന്നും കാര്യമില്ല, ബി.ജെ.പി. ആ പ്രശ്നം പരിഹരിച്ച് കാണിച്ചു തരൂ എന്നാണ് ഇപ്പോൾ പറയുന്നത്. അതായത് ഇപ്പോൾ ആ വിശ്വാസം അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ വഖഫ് നിയമ ഭേദഗതി കൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയില്ല എന്ന ബോധ്യത്തിലേക്ക് അവർ എത്തിയിരിക്കുന്നു എന്നതാണ് ആദ്യ പ്രതികരണം. അതിനടുത്തത്, സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഈ പ്രശ്നത്തിൽ ഇടപെടണം എന്നൊരു നിലപാടിലേക്ക് കെ.സി.ബി.സിയും സഭയും മുനമ്പത്തെ ജനങ്ങളും എത്തിച്ചേർന്നിരിക്കുന്നു എന്നതാണ് മറ്റൊരു കാര്യം. അതായത് ഈ സംസ്ഥാന സർക്കാർ ഇടപെടേണ്ട വിഷയമാണ്. പ്രത്യേകിച്ച് വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ സംസ്ഥാന സർക്കാരിന് ഇടപെട്ട പ്രശ്നം പരിഹരിക്കാൻ കഴിയും എന്നതാണ് അവർ പറയുന്നത്. പ്രത്യേകിച്ച് വഖഫ് ട്രൈബ്യൂണലിന്റെ നടപടികളെ ഹൈക്കോടതിയിലെത്തി വഖഫ് ബോർഡ് സ്റ്റേ വാങ്ങിയതോടുകൂടിയാണ് ഇപ്പോൾ വലിയൊരു പ്രതിസന്ധി ഉണ്ടായത്. ആ പ്രതിസന്ധി സർക്കാർ തന്നെ പരിഹരിക്കണം എന്ന രീതിയിലേക്ക് അവർ വരുന്നു. അതിനുവേണ്ടിയാണ് അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ നിയമമന്ത്രി പി രാജീവിനെ കണ്ടത്. പ്രതികരണമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമായിരിക്കുന്നത്.